ഏപ്രിൽ 22 പഹൽഗാം അറ്റാക്ക് നടന്നത്. കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ ആവുന്നതിന് മുന്നേ തന്നെ പഹൽഗാം മോഡൽ മറ്റൊരു ആക്രമണം ഇന്ത്യയിൽ നടന്നു. സംഭവം നടന്നത് മഹാരാഷ്ട്രയിലെ താനെയിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പഹൽഗാമില് കലിമ ചൊല്ലാൻ അറിയോ എന്ന് ചോദിച്ചിട്ടും കൊന്നിട്ടുണ്ടായിരുന്നു. ആരെ? ഹിന്ദു യുവാക്കളെ. അതേ സെയിം മോഡൽ തന്നെയാണ്. മതം ചോദിച്ച് മുസ്ലിംസ് അല്ല എന്ന് ഉറപ്പുവരുത്തി, ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇവർ പഹൽഗാമില് വെടിയുതിർത്ത് നമ്മുടെ സഹോദരന്മാരെ കൊന്നുകളഞ്ഞത്, ഇന്ത്യക്കാരെ കൊന്നുകളഞ്ഞത്, ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞത്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ആകുന്നതിന് മുന്നേ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ താനെയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയ്ബ് സുബൈർ അൻസാരി എന്നൊരു വ്യക്തി മഹാരാഷ്ട്രയിലെ മീര ബയന്തറിലെ സെക്യൂരിറ്റി ഗാർഡുമാരായ രാജ്കുമാർ മിശ്ര, സുബ്രതോവ്, രമേശ് സെൻ എന്നിവരോട് തന്റെ മതം ഏതാണെന്ന് ചോദിച്ചു. മതം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഹിന്ദുവാണെന്ന് പറഞ്ഞു. കലിമ ചൊല്ലാൻ പറഞ്ഞു. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്റെ പക്കലുണ്ടായിരുന്ന കത്തിയെടുത്ത് രണ്ടുപേരും കുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവർ രണ്ടും ആശുപത്രിയിലാണ്, ICUവിലാണ്. എങ്ങനെയിരിക്കുന്നു? മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് മത തീവ്രവാദമാകുമ്പോൾ നമുക്ക് ചുറ്റും ഉള്ളവർ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാം സഹോദരന്മാരെ പോലെ കഴിയുന്നതാണ് ഇന്ത്യ. പക്ഷേ ഇതേ ഇന്ത്യയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം മതം ചോദിച്ചുള്ള ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത്. അന്ന് 26 പേരാണ് പഹൽഗാമിൽ ഇരയായതെങ്കിൽ ഇന്നതാ 2 പേരാണ് മരണത്തോട് മല്ലടിച്ച് ICUവിൽ കിടക്കുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നമ്മുടെ ശത്രുക്കൾ ശരിക്കും പാകിസ്ഥാൻകാരാണോ അതോ മലയാളം സംസാരിക്കുന്നത് പോലെ നമ്മൾ മലയാളികൾ എന്തെങ്കിലും ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിലും നമ്മളെ പറയുന്ന ഒരാളുണ്ട്, സംഘി പദം ഉപയോഗിക്കാറുണ്ട്. പൊതുവെ നമ്മുടെ ഇന്ത്യയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നവരെ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനി എന്ന് നമ്മളും വിശേഷിപ്പിക്കാറുണ്ട്. അത് വല്ലാത്തൊരു വിശേഷണം തന്നെയാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശത്രു രാജ്യമാണ്. ആ ശത്രു രാജ്യത്തോട് കൂറുള്ളവർ പോലും നമ്മുടെ സ്വന്തം നാട്ടിൽ ജനിച്ചിട്ട് നമ്മുടെ നാടിനോട് ഇത്തിരി പോലും ആത്മാർത്ഥത കാണിക്കാത്തവരെയാണ് നമ്മൾ മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ എന്ന് അഭിസംബോധന ചെയ്യാറുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ വീണ്ടും മഹാരാഷ്ട്രയിലെ താനെയിലെ സമാനമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത്. ശരിക്കും ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യക്ക് പുറത്തോ അകത്തോ? ഉത്തരം വളരെ വിചിത്രമാണ്. കാരണം ഇപ്പോഴത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് ഇന്ത്യയിലെ ശത്രുക്കൾ ഇന്ത്യക്കകത്ത് തന്നെയാണെന്നാണ്. കാരണം ഇവരെല്ലാം ഇവിടെ ജീവിച്ച് ഇന്ത്യയെ പതിയെ പതിയെ ഒറ്റക്കൊടുക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് ഇന്ത്യക്കുള്ളിൽ തന്നെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഭാഗ്യം എന്തുകൊണ്ടോ ഇലക്ഷൻ എല്ലാം മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഇലക്ഷന്റെ ഒരു സ്ട്രാറ്റജി ആണെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കുകയില്ല. പൊതുവെ ഇവിടെ എന്തെങ്കിലും ആക്രമണം നടന്നാൽ, തീവ്രവാദ ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഇവർ ചാരുന്ന, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ സംസാരിക്കുന്ന ഒരു പരിവേഷമുണ്ട്. ഇന്ത്യയിൽ ഇലക്ഷൻ ആകാറായോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതേസമയം ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. പഹൽഗാം അറ്റാക്ക് നടന്നത് ഇപ്പോഴും പ്രൊപ്പഗണ്ടയാണെന്ന് വിശ്വസിക്കുന്നവർ എന്തുകൊണ്ട് ഈ കലിമ ചൊല്ലാനായിട്ട് പറഞ്ഞപ്പോൾ കലിമ ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ 2 പേരെയാണ് ഇപ്പോൾ കുത്തിയിട്ട് ICUവിൽ അവർ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇതിൽ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ പല മതവിഭാഗങ്ങൾക്ക് ജീവിക്കാനുള്ളതുണ്ട്. കാരണം ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അതുപോലെ മുസ്ലിംസ് ഉണ്ട്. ഇവരെല്ലാവരും ഇവിടെ വളരെ സഹോദരന്മാരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആർക്കാണ് പാകിസ്ഥാനെ പോലെ ഇന്ത്യയെ കാർന്നു തിന്നാനുള്ള കൊതിയുള്ളത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജീവിക്കുന്നവർക്ക് തന്നെയല്ലേ? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ 1900 കൊല്ലപ്പെട്ടപ്പോൾ കിടന്ന് കരഞ്ഞ ഒരു ഇന്ത്യക്കാരെ നമ്മൾ കണ്ടിരുന്നു. ജമ്മു കാശ്മീരിലെ ആളുകളെ നമ്മൾ കണ്ടിരുന്നു. തെരുവിലിറങ്ങി പ്രതിഷേധിച്ചവരെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ പഹൽഗാം അറ്റാക്ക് വന്നപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നോ? നമ്മൾ കാണില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ താനെയും സമാനമായിട്ടുള്ള സംഭവം നടന്നപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും ആരെങ്കിലും അനുശോചനം രേഖപ്പെടുത്തൂല. കാരണം ഇവിടെയുള്ളവർ കുറച്ചു പേർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കണമെങ്കിൽ, ആർത്ത് കരയണമെങ്കിൽ, അവിടെയെല്ലാം ജീവൻ നഷ്ടപ്പെടുന്നതും എല്ലാം വേദനകൾ അനുഭവിക്കുന്നതും ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിലെ ആളുകൾക്ക് കരച്ചിൽ വരികയുള്ളൂ. കാരണം വർഗസ്നേഹം എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റൂ. യഥാർത്ഥത്തിൽ ഈ വർഗസ്നേഹം ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയോട് ഒരു കൂടും കാണിക്കാത്തവർ ശരിക്കും ഇന്ത്യയിൽ ജീവിക്കാൻ അർഹരാണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അർഹരാണോ ഇല്ലയോ നിങ്ങൾ തന്നെയാണ് തെളിയിക്കേണ്ടത്. നിങ്ങൾ തന്നെയാണ് ഉത്തരം നൽകേണ്ടത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒപ്പം തന്നെ നമ്മൾ പല മതത്തിൽപ്പെട്ടവരും ഒരുമിച്ച് സഹോദരന്മാരെ പോലെ കഴിയുന്ന ഈ ഒരു രാജ്യത്ത് 2047 ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാൻ പെടാപ്പാട് പേടുന്ന ഒരു സംഘടനയെ, അതായത് ഒരു പാർട്ടിയെ, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ തീവ്രവാദ പാർട്ടിയെ പണ്ടേക്ക് നമ്മൾ ബാൻ ചെയ്തതാണെങ്കിലും അതിന്റെയൊക്കെ മറ്റൊരു രൂപം തന്നെയാണ് SDPIയും അതേപോലെ
SDPയും അതുപോലെ മറ്റൊരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പോഴും ഇവരെയെല്ലാം വെള്ള പൂശുന്ന സെക്കുലർ പാർട്ടിയാണെന്ന് വരെ അവരെ ചാപ്പ കുത്തുന്ന പലതരം ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ കലിമ ചൊല്ലുന്നത് മാത്രമല്ല, പലതും പറയാൻ അറിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊല്ലപ്പെട്ടിരിക്കാം. ഇന്ന് കണ്ടവരെ ചിലപ്പോൾ നാളെ കാണില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കലിമ ചൊല്ലാൻ അറിയാത്തത് കാരണം കൊന്നു എന്നായിരിക്കും ഒരു വാർത്ത വരാൻ പോകുന്നത്. ശരിക്കും ഇത് ഇന്ത്യയല്ലേ? ഇന്ത്യ എന്ന രാജ്യം ആരുടെയും തീരെഴുതി വാങ്ങിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാം. പിന്നെ കലിമ ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം രാജ്യത്ത് കിടന്ന് കാണിക്കുന്ന പോലെ അക്രമം ഇവിടെ എന്തിനാണ് കാണിക്കുന്നത്? അധികാരം കിട്ടിയിട്ടില്ല, 2047 പോലും ആയിട്ടില്ല. 2047 ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്ട്രീം ലെവൽ ആയിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കാരണം ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മുസ്ലിം ആധിപത്യം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്ക് പോലും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. അതായത് മുഖം മറച്ച് പർദ്ദ ധരിച്ചിട്ടാണ് അവർ നടന്നിരുന്നത്. തന്റെ ശരീരത്തിലെ ഒരു ഭാഗങ്ങൾ പോലും, കൈ പോലും കാണിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഹിജാബ് കറക്റ്റായിട്ട് ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊറാലിറ്റി പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അക്സാമിന് ഇത് വന്ന് 22 വയസ്സുകാരെ കൊലപ്പെടുത്തിയ സംഭവം നമുക്കൊന്നും വിചിത്രമായ വാർത്തയൊന്നും അല്ല. പക്ഷേ ഇതങ്ങ് ഇറാനിലല്ലേ എന്ന് ചോദിക്കുന്നവർ നാളെ നമ്മുടെ ഇന്ത്യയിലും ഇക്കണക്കിന് പോയാൽ ഇതൊക്കെ വരാം. ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ മത തീവ്രവാദം വച്ച് പുലർത്തി മറ്റു മതക്കാരെ ഇങ്ങനെയൊക്കെ കാണിക്കുകയും കൊല്ലാകൊല ചെയ്യുകയും ചെയ്യുന്നവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇനി മറ്റൊരു പഹൽഗാം ഇവിടെ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.